ഹായ് അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ തമിഴിൽ കണ്ടോലെ തന്നെ എൻ്റെ റമദാനിലെ ആദ്യത്തെ ദിവസത്തെ വിശേഷങ്ങളുമായിട്ടാണ്. അപ്പോൾ ഇതാ ഞാനില്ലേ ഒരു 11 മണിയായിട്ടുണ്ടാവും കിച്ചണിലേക്ക് വരാൻ വേണ്ടിക്ക്. ഞാനിതാ എന്താ പറയുക മട്ടൻ കൊണ്ടുവന്നിട്ടുണ്ടായിന്. അപ്പില്ലേ ഓരോരോ എന്താ പറയുക ജിബ്ലോ കവറിലാക്കിയിട്ട് അങ്ങനെ വെക്കലാണ്, ആവശ്യത്തിൻ്റെ എടുത്തിട്ട് അങ്ങനെ മാറ്റി വെക്കലാണ്. ഇതിപ്പം ഞാൻ മട്ടൻ കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. മട്ടൻ വെച്ചിട്ട് മട്ടൻ കുറുമ റെഡിയാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെന്താ പത്തിരി വന്നിട്ടാ ഇന്ന് രാത്രിയേക്ക് ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ ആ കറിയിലേക്ക് ആവശ്യമുള്ള മട്ടൻ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിതാ ചിക്കനും കൂടി അങ്ങനെ എന്താ പറയുക ബ്രസ്റ്റ് പീസ് അങ്ങനെ മാറ്റിയെടുക്കലാണ് കേട്ടോ. എന്തെങ്കിലും സ്നാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാം കൂടി കഴുകിയിട്ട് ഒരുക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഓരോരു സമയത്ത് മട്ടൻ വാങ്ങിക്കഴിഞ്ഞാൽ അതിൽ കച്ചറിയേ ഉണ്ടാവില്ല, ക്ലീനാക്കാൻ എളുപ്പമായിരിക്കും. എന്നാൽ ഓരോരോ സമയം വാങ്ങിക്കഴിഞ്ഞാലില്ലേ മൊത്തത്തിൽ ആ ഒരു മരത്തിൻ്റെ പൊടിയും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. ഇതിന് നല്ലോണം കച്ചറുണ്ടായിട്ടുണ്ടായിന് കേട്ടോ. കഴുകിയെടുക്കാൻ കുറച്ച് പണിയുണ്ടായിട്ടുണ്ടായിന്. ഞാൻ കുറേ വെള്ളത്തിൽ അങ്ങനെ കഴുകിയെടുക്കലാണ്. നോമ്പിൻ്റെ ടൈമില്ലേ ഞാനിങ്ങനെ എന്തെങ്കിലും ചിക്കനെല്ലാം കഴുകാനുള്ളതാണെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ ഇങ്ങനെ കഴുകിയിട്ട് കറിൻ്റെ ഐറ്റംസ് എല്ലാം റെഡിയാക്കി വെക്കും കേട്ടോ. എന്നിട്ട് പിന്നെ കുളിച്ച് ഫ്രഷായി ലോറ് നമസ്കാരം കുറച്ച് ഒത്തും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് കിച്ചണിലേക്ക് വരിക. കിച്ചണിലേക്ക് വരുമ്പം ഏകദേശം ഒരു 4:30-5 മണിയാവും കേട്ടോ. കാര്യം ഞാൻ കാര്യമായിട്ട് സ്നാക്സ് ഒന്നും ഉണ്ടാക്കലില്ല. എൻ്റെ റമദാൻ വ്ളോഗ്സ് കാണുന്നവർക്ക് അറിയുണ്ടാവും, ഞാനിങ്ങനെ കറിയും എന്തെങ്കിലും അപ്പം അല്ലാന്നുണ്ടെങ്കിൽ ബിരിയാണി അങ്ങനത്തെ ഐറ്റംസാണ് ഉണ്ടാക്കൽ. പക്ഷേ ഈ പ്രാവശ്യം എന്തായാലും മക്കൾ പറഞ്ഞിട്ടുണ്ടായിനി എന്തെങ്കിലും ഒരു സ്നാക്ക് ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും സ്നാക്ക് ഉണ്ടാക്കാമെന്ന്. ഞാനിപ്പോൾ ഇതാ ജ്യൂസിന് വേണ്ടിയിട്ടുള്ള ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ ഇന്നലെ പപ്പായും ക്യാരറ്റെല്ലാം വെച്ചിട്ട് ജ്യൂസ് അടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ കണ്ണൂർ കോക്ടെയിലില്ലേ അതുണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതാ ഞാൻ 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ടില്ലേ ഒന്ന് വേവിച്ചെടുക്കലാണ്. പിന്നെ കറിയിലേക്കുള്ളതും സ്നാക്കിന് വേണ്ടിയുള്ള ഉള്ളിയും എല്ലാം എടുത്തിട്ടുണ്ട്, അതെല്ലാം ക്ലീൻ ആക്കി എടുക്കലാണ്. കുറുമക്കറിക്ക് എല്ലാവർക്കും അറിയുന്ന തന്നെയല്ലേ. ഞാനിതാ ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്, 3 തക്കാളി, പിന്നെ 2 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി, 1 ബൾബ് വെളുത്തുള്ളി, 5-6 പച്ചമുളക് എടുക്കുക, നിങ്ങൾ എരിവിനനുസരിച്ച് എടുക്കുക കേട്ടോ. പിന്നെ സ്നാക്കിന് വേണ്ടിക്ക് ഞാൻ 1 ഉള്ളി എടുത്തിട്ടുണ്ട്, 1 തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ക്യാപ്സിക്കം വേണം, എല്ലാ കളർ ക്യാപ്സിക്കം വേണം. പിന്നില്ലേ സാധാരണ ഞാൻ സ്നാക്ക് ഉണ്ടാക്കലില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ മുറിക്കാമെന്ന് പറയും. എനിക്കായാലും ഇക്കാക്കായാലും പിന്നെ മക്കൾക്കായാലും അങ്ങനെ തന്നെയാണ്. നോമ്പ് എന്താ പറയുക ആ ഒരു ബാങ്ക് കൊടുക്കുന്ന ടൈം വരെ ഭയങ്കര വിശപ്പായിരിക്കും. പക്ഷെ അത് കഴിഞ്ഞ് വെള്ളം കുടിച്ച് ജ്യൂസെല്ലാം കുടിക്കുമ്പോൾ തന്നെ വയറ് ഫില്ലാവും. പിന്നെ നിസ്കരിച്ചിട്ട് വേഗം എവിടെയെങ്കിലും കിടക്കാമെന്നുള്ള ഒരു ചിന്തയായിരിക്കും കേട്ടോ ഉണ്ടായാൽ. എന്താ പറയുക എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും, എനിക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ സ്നാക്ക് എന്തെങ്കിലും കൂടുതൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതെല്ലാം ബാക്കിയായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ പിറ്റേ ദിവസം നോമ്പെടുക്കുന്നതുകൊണ്ട് പിന്നെ പിറ്റേ ദിവസം നമ്മൾ കഴിക്കൂല, അത് ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ അധികം ഉണ്ടാക്കലില്ല, കാക്ക് അധികം ഇഷ്ടമല്ല എണ്ണയിൽ ഫ്രൈ ആക്കിയതും കാര്യങ്ങളെല്ലാം. പക്ഷെ ഓരോരിക്കലും ഭയങ്കര കൊതിയെല്ലാം ഉണ്ടാവുക സ്നാക്കെല്ലാം ഉണ്ടാക്കണമെന്നും. പക്ഷേ ഇപ്രാവശ്യം നോമ്പ് തുടങ്ങുമ്പോൾ തന്നെ മക്കൾ പറഞ്ഞിട്ടുണ്ടായിന് എന്തായാലും ഇപ്രാവശ്യം ഒരു സ്നാക്കെങ്കിലും ഉണ്ടാക്കണമെന്ന്. നോമ്പിന് സ്നാക്കൊന്നും ഉണ്ടാക്കാണ്ട് ഒരു രസമൊന്നുമില്ല അത്. അതുകൊണ്ട് പിന്നെ വിചാരിച്ചു എന്താ പറയുക ഓവനിൽ ബേക്ക് ചെയ്യുന്ന ടൈപ്പിൽ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ എന്താ പറയുക അതിൻ്റെ ഐറ്റംസും കൂടി ഞാൻ കട്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ അതിന് വേണ്ടിക്കില്ലേ വെളുത്തുള്ളിയും ക്യാപ്സിക്കം 3 കളറിലെ ക്യാപ്സിക്കം, 1 ഉള്ളിയും പിന്നെ 1 തക്കാളിയും എടുത്തിട്ടുണ്ട്. പിന്നില്ലേ ഞാൻ സ്നാക്കെല്ലാം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാം റെഡിയാക്കിയതാണ്. പക്ഷേ ഞാനിന്ന് സ്നാക്ക് ഉണ്ടാക്കിയിട്ടില്ല. കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇനിയിപ്പോൾ ഇതാ ഞാനില്ലേ എല്ലാ ക്യാപ്സിക്കും കാര്യങ്ങളും എല്ലാം റെഡിയാക്കിയിട്ട് ഇതിൻ്റെ ഫില്ലിങ്ങും പിന്നെ കറിയും ഉണ്ടാക്കിയിട്ട് കിച്ചണിൽ നിന്ന് പോകാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ നമസ്കാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം വന്നാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അധികം അങ്ങനെ തന്നെയാണ് ചെയ്യൽ. അത്താഴം കഴിഞ്ഞ പാടനില്ലേ കിച്ചണ് മൊത്തത്തിൽ ക്ലീനാക്കും. ക്ലീനാക്കി കഴിഞ്ഞാൽ പിന്നെ രാവിലെ അധികം ഒന്നും പണിയുണ്ടാവില്ല. ഇന്നാണെങ്കിൽ ഞായറാഴ്ചയാണ്, മക്കൾക്ക് സ്കൂളും ഇല്ല. അപ്പോൾ വിചാരിച്ചു ശുഭ നമസ്കാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കുറച്ച് ഓതെല്ലാം ചെയ്യും, എന്നിട്ട് കിടക്കും കേട്ടോ. എന്നിട്ടാണ് എന്താ പറയുക എന്നിട്ട് രാവിലത്തെ കാര്യമായിട്ട് ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നോമ്പിന് മുമ്പേ നമ്മളെല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ടാവില്ല, ബെഡ്ഷീറ്റ് ഇരിക്കാനേ ഉണ്ടാവും. അപ്പോൾ ഇതാ 11 മണിയായാലും ഞാൻ കിച്ചണിലേക്ക് വന്നിട്ട് എല്ലാം റെഡി ആക്കിയിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കുളിച്ച് നമസ്കാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ്
ഒരു 4:30-5 മണിയാകുമ്പം കിച്ചണിലേക്ക് പിന്നെ വന്നാൽ മതി. വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ ഒരു 4:30 മണിക്ക് എന്തായാലും വരണം കേട്ടോ. കാര്യം നമ്മൾ ഡബിൾ പണിയായിരിക്കും. അങ്ങനെ ഞാനിപ്പോൾ ഇതാ എല്ലാം റെഡിയാക്കി മട്ടൻ കറി റെഡിയാക്കാൻ വേണ്ടിക്ക് കുക്കറെല്ലാം കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പുറം നമ്മുടെ ക്യാരറ്റ് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അതിനിപ്പം തണിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കണം. പിന്നെ കണ്ണൂർ കോക്ടെയിലിൻ്റെ റെസിപ്പിയെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നില്ല. വേണമെന്നുള്ളവർ ഇർഫാന ഷംഷീർ കോക്ടെയിൽ റെസിപ്പി എന്നെല്ലാം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ സ്നാക്കിന് വേണ്ടിക്ക് ഞാൻ ബട്ടർ ഒന്ന് കട്ടാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള ബട്ടറെല്ലാം ഞാൻ സിബ്ലോ കവറിലാക്കിയിട്ട് അങ്ങനെ കൊണ്ടുവയ്ക്കലാണ് കേട്ടോ. പിന്നെ കഴിഞ്ഞ വീഡിയോസിന് നിങ്ങൾ തന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. ഒരുപാട് സ്നാക്സ് റെസിപ്പീസും കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഉണ്ടാക്കി നോക്കിയിട്ട് പറയാമെന്നുള്ള ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിന്. താങ്ക് യു സോ മച്ച്. കുറേ ആൾക്കാർ ഫോട്ടോ എല്ലാം അയച്ചിരുത്തുണ്ട് കേട്ടോ. ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ ഇന്ന് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ അത് ഉണ്ടാക്കിയിട്ട് ഫോട്ടോ അയച്ചിരുന്നവരുണ്ട്. അന്ന് തന്നെ രാത്രി ഫോട്ടോ അയച്ചിരുന്നവരുണ്ട്. അതെല്ലാം കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഇനിയിപ്പില്ലേ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുക്കർ ചൂടായാൽ ഒരു ഉള്ളി ചേർത്ത് കൊടുക്കുക. നമ്മൾ കുറുമക്കറിയെല്ലാം ഉണ്ടാക്കുമ്പോഴേ തേങ്ങൻ്റെ ഐറ്റംസ് എല്ലാം ഉണ്ടാക്കുമ്പം ഉള്ളിൻ്റെ അളവ് കുറക്കലാണ് കേട്ടോ നല്ലത്. നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പച്ചമുളക് ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി വാട്ടിയെടുക്കുക. നല്ലോണം വഴറ്റിയെടുക്കുക. ഇനിയിപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ സ്നാക്കിലേക്ക് ഞാൻ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് ഫില്ലിങ് മാത്രം ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ആദ്യം സ്നാക്ക് ഉണ്ടാക്കാനാണ് ഇത് റെഡിയാക്കിയത്. പക്ഷേ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു കാര്യം സംഭവിച്ചിട്ട് പിന്നെ ഞാൻ സ്നാക്കിൻ്റെ ഫില്ലിങ്ങിൽ ഫ്രിഡ്ജിൽ വെക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിന്. ഇത് പൂർത്തിയാക്കിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ റെസിപ്പി ചെയ്യാം കേട്ടോ. ഞാനിതാ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഉള്ളി വഴറ്റി കൊടുക്കലാണ്. പിന്നെ ഇതാ തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഉള്ളി ചേർത്ത് കൊടുത്ത ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് റോസ്മെല്ല് മാറിക്കഴിഞ്ഞേരം തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ടായിന് 3 തക്കാളി. എന്നിട്ട് അത് ഉടനെ വന്നേരില്ലേ ഹാഫ് ടീസ്പൂണ് ഗരം മസാല പൗഡറും 1/2 ടീസ്പൂണ് കുരുമുളക് ക്രഷ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് കഴുകി ക്ലീൻ ആക്കി വെച്ച മട്ടൻ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ടില്ലേ കുക്കർ ഒരു 8 വിസിൽ. മട്ടനെല്ലാം ആകുമ്പോൾ നല്ല വേവില്ലതാണെങ്കിൽ 8, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 6 വിസിൽ വരെ വേവിച്ചെടുക്കുക. വെള്ളം ഒഴിച്ച് കൊടുക്കുന്നില്ല കേട്ടോ. മട്ടൻ്റെ വെള്ളം തന്നെ ഇറങ്ങി വരും. ഇനിയിപ്പോൾ ഞാൻ ക്യാപ്സിക്കും കാര്യങ്ങളെല്ലാം ഇട്ട് കൊടുക്കലാണ്. ചിക്കനും കൂടി ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. കുരുമുളകും കുറച്ച് സോയാ സോസും കുറച്ച് ചില്ലി സോസും കാര്യങ്ങളെല്ലാം ഒഴിച്ചിട്ട് ചിക്കനൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പം ചിക്കനും ഫ്രൈ ആക്കുന്നതൊന്നും ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ ഇതാ ക്യാപ്സിക്കം എല്ലാ കളറും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രൈ ആക്കി വെച്ച ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കലാണ്. ഗരം മസാലപ്പൊടി, കുരുമുളക് ക്രഷ് ചെയ്തത്, കുറച്ച് സോയാ സോസും കൂടി ഇട്ടിട്ട് ഫ്രൈ ആക്കിയിട്ട് പൊടിച്ച് വെച്ച ചിക്കനാണ് കേട്ടോ. കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സും കുറച്ച് ഒറിഗാനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിൽ എല്ലാം കൂടിയിട്ട് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ്. നമ്മൾ എന്ത് സ്നാക്ക് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സമൂസ ഷീറ്റ് ഉണ്ടാവില്ലേ അതിലായാലും റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഒരു ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പം കുറച്ച് പാലും കൂടി ചേർത്തിട്ട് മിക്സ് ആക്കി എടുക്കുക. നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിങ് റെഡിയാവും. ഞാൻ ഒരുപാട് പ്രാവശ്യം കാണിച്ചത് തന്നെയാണ്. അപ്പോൾ ഇതാ ഫില്ലിങ്ങും കൂടി റെഡിയായി. ഇനിയിപ്പം ഇതൊരു ബൗളിലാക്കിയിട്ട് ഞാൻ പൊത്തി വെക്കാന്ന് പറഞ്ഞാൽ മൂടിയിട്ട് കൊടുക്കുക. അടിച്ച് വെച്ചിട്ട് ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കാര്യം ലാസ്റ്റ് സമയത്തിൽ ഈ ഫ്രൂട്ട് കട്ട് ചെയ്യുമ്പം ഭയങ്കര തിരക്കായിരിക്കും. കിച്ചൺ മൊത്തം അലങ്കോലാവും. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം തീരുമാനിച്ചതാണ് രാവിലെ തന്നെ ആപ്പിളെല്ലാം കഴുകി ക്ലീൻ ആക്കി വെച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്യാൻ എളുപ്പമല്ലേ. ഇങ്ങനെ വത്ത, പപ്പായ, പൈനാപ്പിൾ അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഇല്ലേ നമ്മൾ വൈകുന്നേരം കട്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് കൊടുക്കുന്ന മുമ്പല്ലേ നമ്മൾ ജ്യൂസ് അടിക്കലും ഈ കട്ട് ചെയ്യലെല്ലാം. അന്നേരം കിച്ചൺ മൊത്തത്തിൽ അലങ്കോലാക്കിയിട്ട് ഇട്ടിട്ട് നോമ്പ് നമ്മൾ മുറിക്കാന്ന് പറയും, തുറക്കാൻ പോകേണ്ട വരും. അന്നേരം നോമ്പെല്ലാം തുറന്നു കഴിഞ്ഞാൽ ഒരു ക്ഷീണം ഉണ്ടാവില്ല എന്തായാലും. പിന്നെ കിച്ചണ് വലിയ തറാവയെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ കിച്ചൺ ക്ലീൻ ആക്കൽ. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ഞാൻ വിചാരിച്ചു വേഗം തന്നെ ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം തോലിലെ ഐറ്റംസ് എല്ലാം കട്ടാക്കിയിട്ട് അതിൻ്റെ വേസ്റ്റ് എല്ലാം കളഞ്ഞിട്ട് കിച്ചണ് ക്ലീൻ ആക്കി പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു 5 മണിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും
എല്ലാം റെഡിയാക്കാൻ വേണ്ടിക്ക് വന്നാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതെല്ലാം കട്ടാക്കി എടുക്കലാണ്. ഇതാണെങ്കിലേ കുറച്ചധികം ഫ്രൂട്ട്സ് എനിക്ക് ആപ്പ കൊണ്ടുവന്നതാണ്. ഇന്നലെ ആണെങ്കിൽ എല്ലാവരും വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിന്. നമ്മളിങ്ങനെ നോമ്പിന് മുമ്പേ എല്ലാവരും ഇങ്ങനെ വീട്ടിലേക്ക് കയറി ഇറങ്ങും. അപ്പോൾ ഇതാ ഫ്രൂട്ട്സ് കുറേ അധികം തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിന്. അപ്പോൾ ഇത്ര അധികം ഫ്രൂട്ട്സ് ഇവിടെ എന്തായാലും ചിലവാവില്ല. കാര്യം നോമ്പിനിലെ ജ്യൂസെല്ലാം ഒക്കെ ഫ്രൂട്ട്സ് കൂടുതൽ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണ്. ഞാനും മക്കളും അങ്ങനെ കഴിക്കാൻ നിൽക്കില്ല. നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ജ്യൂസെല്ലാം കുടിച്ചാൽ തന്നെ വയറ് ഫില്ലാവും. എന്നോട് ഉമ്മയെല്ലാം എപ്പോഴും പറയുന്നതാണ് ഫ്രൂട്ട്സും കാര്യങ്ങളെല്ലാം കഴിക്കണമെന്ന്. എനിക്കാണെങ്കിലേ ഇമ്മ്യൂണിറ്റി കുറവാണ്, ബ്ലഡ് കുറവാണ്. എനിക്കങ്ങനെ ബ്ലഡെല്ലാം കുറഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കേട്ടോ. എന്നാലും ഇല്ലേ ഞങ്ങൾക്ക് ഈ ഫ്രൂട്ട്സ് ജ്യൂസ് ആണെങ്കിൽ കുടിക്കുക, ഫ്രൂട്ട്സ് ഈത്തപ്പായെല്ലാം കഴിക്കുമ്പോൾ കുറേ സമയം ചവക്കണ്ടെന്ന് വിചാരിച്ചിട്ട് മടിയാണ്. ആപ്പിളെല്ലാം പ്രത്യേകിച്ചിട്ട്. അതുകൊണ്ട് തന്നെയില്ലേ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇമ്മ്യൂണിറ്റി കുറവുണ്ട്, ബ്ലഡ് കുറവാണ്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ എൻ്റെ ബോഡിയിലുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് കോഴിക്കോടെല്ലാം കാണിക്കാൻ പോകുന്നില്ലേ, അങ്ങനെ ഞാൻ അതൊന്നും വീഡിയോയിൽ ഷെയർ ആക്കാത്തതാണ്. ഉമ്മ എപ്പോഴും പറയും, ഞാനിങ്ങനെ ഓരോരോ ഹെൽത്തി ടിപ്സും കാര്യങ്ങളെല്ലാം പറയുമ്പോൾ എന്നെ കളിയാക്കും. ആദ്യം അവരവർ നന്നാകുന്നിട്ടും പറ്റില്ലല്ലോ നന്നാക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരിക്കൽ ഹെൽത്ത് ടിപ്സും കാര്യങ്ങൾ വെള്ളം കുടിക്കണം അങ്ങനെയെല്ലാം പറയലില്ലേ. അപ്പോൾ ഉമ്മ അറിയും, ഉമ്മയൊക്കെ എപ്പോഴും എന്നോട് പറയുന്നതാണ്, വെള്ളം നല്ലോണം കുടിക്കുക ഇർഫാന, ഫ്രൂട്ട്സ് ഒന്നും ഇർഫാന, നിൻ്റെ ആരോഗ്യം നോക്കി ഇർഫാന. ഞാനാണെങ്കിലേ പണി കഴിയട്ട് എന്നിട്ട് മതി ആരോഗ്യം ഒന്ന് ചിന്തിക്കുന്ന കൂട്ടത്തിലാണ്. പക്ഷെ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല കേട്ടോ. അതിനനുസരിച്ച് ഞാനിപ്പം അനുഭവിക്കുന്നുണ്ട്. നമ്മളൊരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറിനെ കാണേണ്ട വരും, അത്ര തന്നെ. ഞാനിപ്പോൾ ഫ്രൂട്ട്സ് എല്ലാം പകുതിയില്ലേ അപ്പുറത്ത് ഇത്താൻ്റെ വീട്ടിൽ കൊടുക്കലാന്ന് കേട്ടോ. കാര്യം ഇത്രയും ഫ്രൂട്ട്സ് എന്തായാലും ഫ്രിഡ്ജിൽ വെച്ചാലും നോമ്പല്ലേ, ആരും കഴിക്കൂല. അപ്പോൾ ഞാൻ പകുതി എടുത്തിട്ടുണ്ട്, ബാക്കി എന്താ പറയുക അപ്പുറം കൊടുത്തിട്ടുണ്ടായിന് കേട്ടോ. ഇനിയിപ്പോൾ അതെല്ലാം ക്ലീനാക്കി വെച്ച് എല്ലാം റെഡിയാക്കി ഞാൻ കുളിച്ച് നിസ്കരിച്ച് കുറച്ച് ഖുറാനെല്ലാം ഓതി. എന്നിട്ട് ഞാൻ വൈകുന്നേരം ഒരു 4 മണിയായിട്ടുണ്ടാവും കേട്ടോ ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. രാവിലെ തന്നെ അതെല്ലാം ഒരുക്കി കഴിഞ്ഞാലില്ലേ കുറേ സമയം നമുക്ക് ഖുറാൻ ഓതാനും എല്ലാത്തിനും കിട്ടും കേട്ടോ. അങ്ങനെ ആരെങ്കിലും ചെയ്ത് നോക്കാത്തവർ ചെയ്ത് നോക്ക്. നമുക്കിപ്പോൾ കറിയും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കാനുള്ളതാണെങ്കിൽ രാവിലെ തന്നെ ആ കാര്യങ്ങളെല്ലാം ചെയ്തു വെക്കാം. എന്നിട്ട് പിന്നെ സ്നാക്ക് എന്തെങ്കിലും ഉണ്ടാക്കാനാണെങ്കിൽ വൈകുന്നേരം അങ്ങനെ ഉണ്ടാക്കിയാൽ മതിയല്ലോ. ഫ്രൂട്ട്സ് അടക്കം കട്ട് ചെയ്തിട്ട് ജ്യൂസിൻ്റെ ഫ്രൂട്ട്സ് അടക്കം മിക്സിയിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ. ചെയ്ത് നോക്കാത്തവർ ചെയ്ത് നോക്ക്. ഇനിയിപ്പോൾ ഞാനില്ലേ ഒന്ന് ടേബിളൊന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഐറ്റംസ് വാങ്ങിയിട്ടുണ്ടായിന്. അധികം റമദാൻ്റെ ടൈമിൽ എനിക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും വാങ്ങൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിന്. എന്നിട്ടിതാ ഒന്ന് സെറ്റ് ചെയ്തെടുക്കലാണ്. ആദ്യം ഒരു ടൈപ്പിൽ സെറ്റ് ചെയ്ത് പിന്നെ അത് കണ്ടിട്ട് എനിക്ക് വലിയ ഇഷ്ടമായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ വിചാരിച്ചു മാറ്റാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വേറൊരു രീതിയിൽ സെറ്റാക്കി എടുക്കലാണ്. കിച്ചണ് മൊത്തത്തിൽ ഞാനൊന്ന് മാറ്റിയിരുന്നു കേട്ടോ. സെറ്റിങ്സും കാര്യങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ടായിന്. കിച്ചൺ ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന ടൈം റമദാൻ്റെ ഭാഗമായിട്ട് ക്ലീൻ ചെയ്യുമല്ലോ. ആ ടൈം ഞാൻ കിച്ചണിലെ സെറ്റിങ്സും കാര്യങ്ങളെല്ലാം കൗണ്ടർ ടോപ്പിൻ്റെ വെച്ച പാത്രങ്ങളൊന്നും മാറ്റിയിട്ടില്ല, സെയിം സാധനങ്ങൾ തന്നെയാണ്. പക്ഷേ വെച്ച ആ ഒരു രീതിയും കാര്യങ്ങളെല്ലാം ഒന്ന് മാറ്റിയിട്ടുണ്ടായി. ചെറുതായിട്ടൊന്ന് മേക്ക് ഓവറെല്ലാം ചെയ്തിട്ടുണ്ടായിന്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇടയ്ക്കൊന്ന് കിച്ചണെല്ലാം നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഒരേ ഐറ്റംസ് ആണെങ്കിലും ആ ഒരു ഐറ്റംസ് വേറെ വേറെ ഭാഗത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ വേറൊരു ഫീലായിരിക്കും കേട്ടോ. പുതിയ കിച്ചണിലേക്ക് കയറിപ്പോകുന്ന ഒരു ഫീലായിരിക്കും. ഞാൻ ആദ്യം ഇങ്ങനെയാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിന്. പിന്നെ അത് എനിക്കൊരു രസമായിട്ട് തോന്നിയിട്ടില്ലേ. ഞാൻ ഒന്നും കൂടി മാറ്റാമെന്ന് വിചാരിച്ചിട്ട് മാറ്റലാണ്. ഒരു വലിയ സ്റ്റാൻഡ് ഉണ്ടാ അതിൻ്റെ മുകളിലായിട്ട് ഒരു മെഴുകുതിരി ഒരു ക്യാൻഡിൽ വെച്ച് കൊടുക്കണം കേട്ടോ. നല്ല ഭംഗിയും കാണാൻ വേണ്ടിക്ക്. എൻ്റെ ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ വെച്ച് കൊടുത്തിട്ടില്ല. ഇതിലില്ലേ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നായിട്ട് കണ്ണൂർ ഹോം സെൻറ്റർ, കോഴിക്കോട് ഹോം സെൻറ്ററിൽ നിന്നെല്ലാം വാങ്ങിയതാണ്. പിന്നെന്താ അപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കലാണ്. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമൊന്നും ഇങ്ങനെ സെറ്റാക്കി എടുക്കാൻ വേണ്ടിക്ക്. വീടെല്ലാം എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. റമദാൻ്റെ ടൈമിൽ ആദ്യത്തെ നോമ്പിനൊന്നും എന്തായാലും തുടക്കാനടിച്ച് വരാനൊന്നും ഉണ്ടാവില്ല. കാര്യം എന്താ പറയുക, പിറ്റേ ദിവസം നമ്മളെല്ലാം ചെയ്തതല്ലേ. പിന്നെ രണ്ടാമത്തെ ദിവസം ഞാൻ എപ്പോഴും പറയുന്ന പോലെ സെൻട്രലും കിച്ചണെല്ലാം തുടച്ചെടുക്കലുണ്ട്. പിന്നെന്താ ഇപ്രാവശ്യം എന്തായാലും എന്താ പറയുക ഫുഡ് ഐറ്റംസ് എല്ലാം ഉണ്ടാവില്ലേ, അതെല്ലാം കുറച്ച് നേരത്തെ തന്നെ ഉണ്ടാക്കി വെക്കണമെന്നെല്ലാം വിചാരിക്കുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ടൈമോ ബാങ്ക് കൊടുക്കുന്ന ടൈം ജ്യൂസ് അടിക്കലും പ്ലേറ്റ് സെറ്റ് ചെയ്യലും എല്ലാമായിട്ട് ഭയങ്കര തിരക്കായിട്ടാണ് ഫീൽ ചെയ്യൽ. അപ്പോൾ ഇപ്രാവശ്യം ഒന്ന് മാറ്റി പിടിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാ.
ഇക്കാക്കാണെങ്കിലില്ലേ സ്നാക്സൊന്നും ഇഷ്ടമല്ല, സ്നാക്സൊന്നും ആക്കണ്ടെന്നാന്ന് പറയല്. പക്ഷെ ഇപ്രാവശ്യം ഇൻഷാല്ല സ്നാക്സിൽ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. കാര്യം കുട്ടികളെയും കൂടി നമ്മൾ പരിഗണിക്കണമല്ലോ. കുട്ടികൾക്ക് ഈ ഒരു പ്രായത്തിലല്ലേ നമുക്ക് നല്ല നല്ല സ്നാക്സും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും, പ്രത്യേകിച്ച് റമദാൻ്റെ ടൈമിൽ. ഇക്കെപ്പോഴും ഹെൽത്ത് നോക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മളില്ലേ റമദാൻ്റെ ടൈമിൽ ഒരു സ്നാക്ക് പോലും ഉണ്ടാക്കാത്ത ടൈമെല്ലാം ഉണ്ടായിന്. 2 വർഷം മുന്നേ ഒന്നും തീരെ സ്നാക്സൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ശരിക്കും പൊട്ടത്തരായിട്ട് എനിക്ക് തോന്നലുണ്ട്. കാര്യം റമദാൻ്റെ ടൈമാണ് നമ്മൾ കാര്യമായിട്ട് എന്തെങ്കിലും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. അതെൻ്റെ ഏതൊരു സബ്സ്ക്രൈബർ എന്നോട് പറഞ്ഞതാണ്. അന്നേരം മുതലാണ് ഞാൻ ചിന്തിച്ചത് ശരി തന്നെയാണ്. കുട്ടികൾക്ക് ആ ഒരു ടേബിളിൻ്റെ മുകളിലുള്ള എല്ലാ ഐറ്റംസും കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ, നമ്മളെല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കാനുള്ളൂ. ഇൻഷാ അല്ലാ ഇപ്രാവശ്യം എന്തായാലും സ്പെഷ്യലായിട്ട് എന്തെല്ലോ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഉണ്ടാക്കുവാണെന്നുണ്ടെങ്കിൽ റെസിപ്പി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അന്നേരിൽ ഉപ്പ് വന്നിട്ടുണ്ടായിന്. ഉമ്മ കൊടുത്തയച്ച സ്നാക്കുമായിട്ട് ഉമ്മ കായടിയും പിന്നെ ഒരു പോളോലത്തെ ഒരു സംഭവം കൂടി ഉണ്ടാക്കിയിട്ട് കൊടുത്തയച്ചിട്ടുണ്ടായിന്. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് സ്നാക്ക് ഉണ്ടാക്കണ്ടെന്ന്. ആ ഒരു മസാലയില്ലേ ഞാൻ റെഡിയാക്കി വെച്ച അത് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുക എന്നിട്ടാ ചെയ്തേ. ഞാനും കൂടി സ്നാക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തായാലും നോമ്പ് തുറന്നു കഴിഞ്ഞാൽ നോമ്പ് തുറക്കുന്നവരെ ഭയങ്കര വിശപ്പായിരിക്കും, എല്ലാം തിന്നണമെന്ന് തോന്നും. ഒരു ഫ്രൂട്ട് മുറിച്ചാൽ പോലും അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു കാര്യം എന്താ പറയുക, നമ്മളിപ്പോൾ ചിക്കന് ഫ്രൈ ആക്കുന്നുണ്ടെങ്കിൽ അത് മസാല ഉണ്ടാക്കുന്നുണ്ടെങ്കിലെല്ലാം ഒന്ന് കഴിക്കാൻ തോന്നും. പക്ഷേ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ഒന്നും വേണ്ട, വെള്ളം മാത്രം മതിയായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ സ്നാക്കിൻ്റെ ഫീലിംഗ് അവിടെ എടുത്തു വെച്ചു. എനിക്കില്ലേ മധുരം ഇഷ്ടമില്ലാത്ത ഒരാളാണ്. പക്ഷേ എനിക്ക് ആകെ തിന്നാൻ തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീലബെല്ലെല്ലാം കാണലില്ലേ, ദുബൈയിൽ അധികം ചോക്ലേറ്റും പിസ്തേൻ്റെ ആ ഒരു ബട്ടറും കാര്യങ്ങളും കുനാഫെല്ലാം മിക്സ് ചെയ്തിട്ടുള്ളത് അത് കഴിക്കാനില്ലേ എനിക്ക് ഒരു മാസം മുമ്പ് ഭയങ്കര കൊതിയായിട്ട്. നാട്ടിൽ ആ ഒരു ടേസ്റ്റിൽ കിട്ടലില്ല. അപ്പം ഞാൻ ഉണ്ടാക്കി നോക്കിയ ഒരു റെസിപ്പിയാണ് കേട്ടോ, ഞാനെന്നെ ഒന്ന് ട്രൈ ആക്കി നോക്കിയത്. അത് നിങ്ങൾക്ക് ഷെയർ ആക്കാം. അതിനായിട്ടില്ല ഞാൻ ബട്ടറിൽ കുനാഫ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് പാനിലിട്ടിട്ട്. എന്നിട്ട് അതിന് മുകളിലായിട്ടില്ലേ വിപ്പിംഗ് ക്രീമാണ് കേട്ടോ. ഞാൻ ലൂസാക്കിയിട്ടാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ടിയായിട്ട് ഒഴിച്ചു കൊടുക്കുക. ലൂസായിട്ട് ഒഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കാക്ക് വിപ്പിംഗ് ക്രീം ഇട്ട ഐറ്റംസ് ഇഷ്ടം കുറവാണ്. അതുകൊണ്ട് ഞാൻ എല്ലാവരും പരിഗണിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുന്നതാണ്. എന്നിട്ട് ഇതിലേക്ക് കിവിയും സ്ട്രോബെറിയും ബ്ലൂബെറിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിസ്താഷ്യൂ ബട്ടർ ഇട്ട് കൊടുക്കുക. ഇതെന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിൽ കുറച്ച് ന്യൂട്ടെല്ലിയും കൂടി ഇട്ട് കൊടുക്കലാണ്. പിസ്ത അരച്ചിട്ട് ബട്ടറാക്കി എടുത്താലും കുഴപ്പമില്ല. മുകളിൽ വീണ്ടും ഞാൻ ആ ഒരു കുനാഫ എന്താ പറയുക ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെക്കുക. എന്നിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് എത്രയാണോ കുനാഫ എടുക്കുന്നത് അതിനനുസരിച്ച് ബട്ടറിൽ ഒന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ, പാനിലിട്ടിട്ട്. എന്നിട്ട് ഇതാ ഇതിന് മുകളിലായിട്ട് കുറച്ചും കൂടി ഫ്രൂട്ട്സ് വെച്ച് കൊടുക്കുന്നുണ്ട്, ബെറീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് മുകളിൽ പിസ്താഷ്യൂ ബട്ടറും പിന്നെ ന്യൂട്ടെല്ലും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇത് കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പം റമദാൻ നോമ്പിന് നമ്മളെന്തായാലും ഇഫ്താറിൻ്റെ ടൈമിൽ വെള്ളം കുടിച്ചാൽ തന്നെ വേറെ ഫില്ലാവും. അതുകൊണ്ട് ഞാൻ കുറച്ചായിട്ട് റെഡിയാക്കുന്നതാണ്. നിങ്ങൾക്ക് പാർട്ടിയിലെല്ലാം ആണെങ്കിൽ ഒരു പുഡിംഗ് ട്രേയിൽ റെഡിയാക്കിയാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കുക. കാണാൻ നല്ല ഭംഗിയില്ലേ, പാർട്ടിയിലെല്ലാം സെർവ് ചെയ്യാൻ അടിപൊളിയായിരിക്കും. ബിലബെല്ല ഐറ്റംസ് കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ നാട്ടിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതെന്തായാലും ട്രൈ ആക്കി നോക്കിക്കോ, നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഇതാ എല്ലാം സെറ്റാക്കി എടുക്കലാണ്. ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. ഞാനെല്ലാം റെഡിയാക്കി വെക്കലാണ് കേട്ടോ. പിന്നെ നേരത്തെ തന്നെ ജ്യൂസിനുള്ള ഐറ്റംസ് എല്ലാം റെഡിയാക്കി വെച്ചുകൊണ്ട് തന്നെ ഒന്ന് മിക്സിയിലിട്ടിട്ട് അരക്കേ വേണ്ടു. ഫ്രൂട്ട്സ് എല്ലാം കട്ടാക്കി എടുത്ത് ഇനിയിപ്പോൾ ഇതാ ഉമ്മ കൊണ്ടുവന്ന പോളയും കാര്യങ്ങളും ഞാൻ കട്ടാക്കി എടുക്കലാണ്. അധികം നോർമലായിട്ട് തന്നെയാണ് കേട്ടോ. നമ്മുടെ റമദാൻ ഉണ്ടായാലും ഒന്നിക്ക് ബിരിയാണി ഉണ്ടാവില്ല എന്നുണ്ടെങ്കിൽ പത്തിലുണ്ടാവും. സ്നാക്ക് അപ്പെങ്കിൽ ഒരിക്കൽ കൊതി തോന്നുമ്പം ഉണ്ടാക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉമ്മ ഉള്ളതാണെങ്കിൽ ഉമ്മ കൊടുത്തേക്കും. അപ്പോൾ ഇതാ അടിപൊളി ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിന് ഈ ഒരു സ്നാക്ക് കഴിക്കാൻ വേണ്ടിക്ക്. പിന്നെന്താ കായടൻ്റെ റെസിപ്പി എല്ലാവർക്കും അറിയുന്നത് തന്നെയല്ലോ, ഉന്നക്കായ എന്ന് പറയും. ഇതിപ്പോൾ ഇങ്ങനെ ഫോയിലിൽ കൊടുത്തയച്ചുകൊണ്ട് ഉന്നക്കായ ജസ്റ്റ് ഉടനോലുണ്ടാവും. നമ്മൾ ഫ്രഷ് ആയിട്ട് പൊരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ ഞാനെല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ടേബിളും കൂടി ഒന്ന് സെറ്റാക്കി. ഞാനില്ലേ വീഡിയോ എടുത്തിട്ടില്ല. ബാങ്ക് കൊടുക്കുന്ന ടൈം എന്താ പറയുക, നമ്മളെല്ലാവരും കൂടി ഇരുന്ന് അൽഹംദുലില്ലാ ഫസ്റ്റ് നോമ്പ് തുറന്നിട്ടുണ്ടായിന്. അപ്പോൾ ഇതെല്ലാം വന്നിട്ട് നമ്മുടെ ഫസ്റ്റ് റമദാൻ്റെ ഐറ്റംസ്
ഉമ്മ സ്നാക്സ് കൊടുത്തയച്ചുകൊണ്ട് 2 സ്നാക്സ് ഉണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ജ്യൂസും എന്തെങ്കിലും ഒരു സ്നാക്കും അങ്ങനെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ കുറേ ഐറ്റംസ് ഒന്നും എന്തായാലും ഉണ്ടാക്കലില്ല റമദാൻ്റെ ടൈമിൽ. നമ്മൾ അത്താഴം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം കുട്ടികൾ നോമ്പെടുക്കുന്നതുകൊണ്ട് ആരും കഴിക്കാനുണ്ടാവില്ല, പിന്നെ ഒരു മുഹമ്മദേ ഉണ്ടാവും. അതുകൊണ്ട് ബാക്കി വരുന്നതുകൊണ്ട് തന്നെ ഞാൻ കുറേ അധികം ഐറ്റംസ് ഒന്നും ഉണ്ടാക്കലില്ല. പിന്നെയാണെന്നുണ്ടെങ്കിൽ ബാക്കി വരുവാന്നുണ്ടെങ്കിൽ തന്നെ വൈകുന്നേരം തന്നെ വേഗം അപ്പുറത്തെ വീട്ടിലെങ്ങാനും കൊടുത്തിട്ട് അങ്ങനെ കളയാൻ നിൽക്കലില്ല കേട്ടോ. ഒന്നും കൂടുതലായിട്ട് ഉണ്ടാക്കലുമില്ല, കളയാൻ നിൽക്കലുമില്ല. പിന്നെ ആ ഒരു സ്റ്റാൻഡില്ലേ അതിൻ്റെ മുകളിലായിട്ട് ഒരു മെഴുകുതിരി വെച്ച് കൊടുക്കണം കേട്ടോ. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടില്ല. വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയുണ്ടായിട്ടേ. എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടില്ല, പിന്നെ വാങ്ങാനും നിന്നിട്ടില്ല അങ്ങനെ. പിന്നെ നോമ്പ് തുറക്കുന്ന ടൈം എന്തായാലും ഭയങ്കര തിരക്കിയിരിക്കും. ആ ഭാഗങ്ങളൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ ആദ്യം നമ്മൾ വെള്ളം കുടിക്കും, ഈത്തപ്പഴം കഴിക്കും, പിന്നെ വെള്ളം കുടിക്കും, എന്നിട്ട് ജ്യൂസും ഫ്രൂട്ട്സും കഴിക്കും. എന്നിട്ട് നമസ്കാരം കഴിഞ്ഞിട്ട് എന്നിട്ട് ആ ചായ ഉണ്ടാക്കിയിട്ട് സ്നാക്ക് ഉണ്ടെങ്കിൽ സ്നാക്ക് കഴിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ബിരിയാണി അങ്ങനത്തെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ത്രാവിയൊക്കെ പോകും മുമ്പേ ബിരിയാണി അങ്ങനെ എന്തെങ്കിലും കഴിക്കലാണ്. അപ്പോൾ ഇതാ ഇന്നേതായാലും പത്തിലും മട്ടൻ കുറുമയാണ് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി എന്താ പറയുക, ഞാൻ ഫുള്ളായിട്ട് കാണിച്ചില്ല എന്ന് തോന്നുന്നു. ഞാൻ മട്ടന് കുക്കാക്കി വേവിക്കുന്നത് വരെ കാണിച്ചിട്ടില്ലേ. പിന്നെ അതിലേക്ക് ഞാൻ എന്താ പറയുക, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും ഒരു 10-15 അണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്തിട്ട് അരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീമും കശുനട്ടും അരച്ചതും കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഫ്രഷ് ക്രീമാണ് കുറച്ചുകൂടി കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഒരു നാടൻ ആ ഒരു ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാലിൽ ചെയ്തെടുത്തു കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും, ബൈ.